ദൈവമാണ്. Our God is a faithful God. അത് മാത്രമല്ല, അവൻ തന്നെ ആണ് നമ്മുടെ ദൈവം. And not only that, he is the only God we have. സങ്കീർത്തനം 36:5 ഇപ്രകാരം പറയുന്നു. Psalms 36 verse 5 says, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. Your mercy, O Lord, is in the heavens. Your faithfulness reaches to the clouds. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. Your mercy, O Lord, is across the heavens. Your faithfulness reaches the clouds. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത ആ നേച്ചറിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്ന് നാം അറിയണം. We should understand that faithfulness is a part of the nature of our God. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഗൗരവമായി നാം പഠിച്ചാൽ നമുക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പവും ബന്ധവും വർദ്ധിപ്പാനിടയാകും. If we study about the faithfulness of God, we will be able to increase our closeness and relationship with the Lord. വിലാപങ്ങളുടെ പുസ്തകം ലമന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 22 and 23 നമ്മൾ വായിക്കുമ്പോൾ, If we read Lamentations chapter 3 verse 22 and 23, വായിക്കാം ഒരാൾക്ക്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. Through the Lord's mercies we are not consumed, because his compassions fail not. They are new every morning. Great is your faithfulness. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് യെരമ്യാവാണ്. Lamentations has been written by prophet Jeremiah. വളരെ ശക്തനായ പ്രവാചകനായിരുന്നു. He was a powerful prophet. അസാധാരണമായ ദൗത്യം നിർവഹിക്കുവാൻ ദൈവം കരങ്ങളിലെടുത്ത അഭിഷക്തനാണ്. He was someone who did extraordinary works and God used him accordingly. എന്നാൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള അതിശക്തമായ ക്രൈസിസ് തൻ്റെ മുൻപിലുണ്ടായി. But in his personal life there was a problem when he came across a crisis where he could not go forward for the Lord. അത് മാത്രമല്ല, ദൈവപ്രവൃത്തിയെ തടയുന്നതായ പ്രവണതകളാണ് താൻ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നടത്തി പരിപാലിച്ചു കൊണ്ടിരുന്ന ജനത്തിൽ നിന്നും ഉണ്ടായത്. And we can see through the people there were problems which stopped the work of the Lord in his life. അപ്പോൾ ജീവിതത്തെ ഒന്നാകെ വഴിമുട്ടിക്കുന്നതായ പ്രത്യേക സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. He faced a lot of obstacles in the way according to, in his ministry. എന്നാൽ ആ സ്ഥാനത്ത് യിരെമ്യാവ് പറയുന്നു, യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. But in that situation Jeremiah is saying, the Lord is my portion, says my soul. അത് മാത്രമല്ല, അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. And therefore he is repeating it, therefore I hope in the Lord. ദൈവത്തിൽ പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ അതിനെ വകവയ്ക്കാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ പ്രതീക്ഷ കാണുന്ന പ്രവാചകനെ ഇവിടെ കാണാം. Jeremiah was a prophet who hoped in the faithfulness of the Lord even in tough situations in his life. ഫെയ്ത്ത്ഫുൾ എന്ന പദത്തിൻ്റെ മൂലപദം ആയി ഹീബ്രുവിൽ വന്നിരിക്കുന്നത് അമാൻ എന്നുള്ള വാക്കാണ്. The origin for the word faithful in Hebrew language is aman. അതിൻ്റെ അർത്ഥം സപ്പോർട്ട്, അപ്ഹോൾഡ്, ട്രസ്റ്റ്വർതി, ബി ഫേം. The meaning of it is support, uphold, trustworthy and being firm. ഗ്രീക്ക് പദത്തിൽ അതിനെ കുറിക്കുന്ന വാക്ക് പിസ്റ്റീസ് എന്ന വാക്കാണ്. The Greek word for faithfulness is pistis. അതിൻ്റെ അർത്ഥം ട്രസ്റ്റ് വർദിനെസ്, ഫിഡലിറ്റി ഓർ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. The meaning is trustworthiness, fidelity and steadfastness. നാം ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ ദ നേച്ചർ ഓഫ് ഫിഡലിറ്റി, ദൈവത്തിൻ്റെ ആ നേച്ചറിനെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ അതിനകത്തുണ്ട്. When we read the psalm, we came across the nature of fidelity of the Lord. So faithfulness is one of the glorious perfection of God's being. So faithfulness is one of the glorious perfection of the Lord's being. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ച് നമുക്ക് അറിയാതെയും പഠിക്കാതെയും മുൻപോട്ട വിശ്വാസ ജീവിതം ക്ലാരിറ്റിയിൽ നയിപ്പാൻ കഴിയില്ല.
So without knowing the faithfulness of the Lord, we cannot move forward in our life with clarity. നാം ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ, ആശ്രയിക്കാൻ പറ്റിയ, റിലയബിൾ ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ലോയലായിട്ടുള്ളതായ നമ്മുടെ പ്രോമിസസ് നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം നിവർത്തിക്കാൻ അക്ഷരാർത്ഥത്തിൽ കഴിയുന്നവൻ എന്നുള്ള ആ അർത്ഥത്തിൽ നമുക്ക് ആ പദത്തെ കാണാൻ കഴിയും. We should understand that the faithfulness of the Lord is something which will fulfill all our promises, and it is something which we can rely and trust on completely. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിച്ചതായ ഭാഗത്തിൽ യെരൂശലേം വലിയൊരു അധഃപതനത്തിലേക്ക് പോവുകയാണ്. In Lamentations, when we read, Jerusalem is going through a very tough situation there. നോക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികൾ അവരെ കുറിച്ചുണ്ട്. അവരെ ഗുണദോഷിക്കുവാൻ ശക്തനായ പ്രവാചകൻ അവരുടെ നടുവിലുണ്ട്. എന്നിട്ടും ആ ദേശം ഒരു വീഴ്ചയുടെ അനുഭവത്തിലേക്ക് പോകാൻ പോകുന്നു. We must understand that the Lord has a plan for them. There is a prophet in their midst, but still the people are going away from the Lord and to downwards. അവിടെയുള്ള ആളുകൾ കഷ്ടപ്പെടുവാൻ തുടങ്ങി, സഫർ ചെയ്യുവാൻ തുടങ്ങി. The people started suffering. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം ഒന്നിച്ച് തൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും താൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. But in the midst of all this and situation, the prophet is still hoping in the Lord. നാം തിരുവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ When we read the word of God from Genesis to Revelation, ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് നമുക്ക് അനേകമായ അനുഭവങ്ങൾ എടുത്തു പറയുവാൻ കഴിയും. we can see many examples and experiences of Lord's faithfulness. ആദ്യമായിട്ട് നോഹയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് വിശ്വസ്തത കാട്ടിയത് എന്ന് നമുക്ക് നോക്കാം. First, we can see how God showed his faithfulness in the life of Noah. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവ വഴിവിട്ട് ജനം സഞ്ചരിക്കുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ ഒരു ആർക്ക് ഉണ്ടാക്കുക. When all the people left the Lord, that is when the God is telling Noah to prepare an ark. പ്രതികൂലങ്ങളുടെ നടുവില്, പ്രതീക്ഷകൾ അറ്റുപോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ആർക്ക് പണിയുവാൻ ഒരു വലിയ ടാസ്ക് ഏൽപ്പിക്കുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടെ അനുസരിക്കുക എന്നുള്ളത് അതൊരു ഡിഫിക്കൽട്ടായ അനുഭവമാണ്. In a hopeless situation, to obey the word of the Lord and to prepare an ark is a difficult one. ആരും കൂടില്ലാതിരിക്കുമ്പോൾ, ആരും സപ്പോർട്ടിനില്ലാതിരിക്കുമ്പോൾ, എല്ലാവരും അവരവരുടേതായ ചിന്താഗതികളിൽ നീങ്ങുമ്പോൾ ദൈവം തരുന്ന ആശയത്തിൽ നിന്നുകൊണ്ട് പോകാൻ എല്ലായ്പ്പോഴും അതൊരു ചലഞ്ചാണ്. When you are alone and there is no one to support you, everyone is in their own ways, to stay and obey the word of the Lord is a challenge. എന്തിനേറെ പറയുന്നു, ഒരു നല്ല ആത്മികം ജീവിതം നയിക്കുക എന്ന് പറയുന്നതൊരു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചലഞ്ചാണ്. Even so, to live a fruitful Christian life, a Victorian Christian life is a challenge today. നോഹയോട് ദൈവം പറഞ്ഞു, നീ ആർക്കുണ്ടാക്കണം, ഞാനൊരു പ്രളയം വരുത്തുവാൻ പോകുകയാണ്, ഞാൻ നിന്നെ രക്ഷിക്കും എന്നുള്ളതാണ് ദൈവം അവനോട് പറയുന്നത്. The Lord is telling Noah to prepare an ark because I am going to bring a flood and I will rescue you. ആ അധ്യായം 6-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് സവിസ്തരമായി വിവരിച്ചിട്ടുണ്ട്. In Genesis chapter 6 we can read that. ദൈവം തന്നോട് പറഞ്ഞതായ വാക്ക് നിറവേറ്റും എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി? If God has promised us something, what is the guarantee he will fulfill it? ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ലിജൻസിനെയോ സെയിൻസിനെയോ ഉദാഹരണമായി കാണാൻ തന്റെ മുൻപിൽ ഇല്ല. But Noah didn't have saints or legends at that time to look forward to. എന്നിരുന്നാലും സൃഷ്ടിതാവായ ദൈവത്തിൽ നോഹ പൂർണ്ണമായും വിശ്വസിക്കുന്നു. But Noah looked to the Lord and trusted in the Lord completely. പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന വാക്കുകളെ നാം ബ്ലൈൻഡായി നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. Dear ones, we should blindly believe the word of the Lord. ഏത് കാലഘട്ടത്തിലും ദുഷ്കരമായ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ വാക്ക് നാം അനുസരിക്കാൻ തയ്യാറായാൽ അവിടെ ചില വിടുതലുകള്, ദൈവപ്രവർത്തികള് നടന്നിരിക്കും. In whatever situation or season, if we are ready to obey the word of the Lord, there will be great deliverances for us. നമുക്ക് പത്രോസിന്റെ ജീവിതം തന്നെ നോക്കാം. We can see Peter's life. ആ രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ടും ഒരു പൊടിമീനെ പോലും കിട്ടാതെ ആശ്രയമറ്റവനായി, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു അട്ടർ ഫെയിലുവറായി തന്റെ ജീവിതത്തെ കണ്ട നിമിഷങ്ങൾ. Whole night he toiled but could not find a fish,
And in the morning, his situation is hopeless and an utter failure. എൻ്റെ ജീവിതം ഒരു പരാജയമാകുമോ അല്ലെങ്കിൽ ഒരു പരാജയമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ പ്രഹൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. If you think your life is a failure, the Lord is speaking to you today. ആ സമയത്ത് കർത്താവിൻ്റെ വാക്കുകള് അത്ര എൻകറേജിങ് വാക്കുകളായിരുന്നില്ല. എന്നിരുന്നാലും കർത്താവ് പറഞ്ഞതാണ് എന്ന് വെച്ചവൻ ആ വാക്കനുസരിക്കുകയാണ്. Even though that time the words of the Lord were not so encouraging, but he obeyed because the Lord said so. പ്രിയമുള്ള ദൈവ പൈതലേ, കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. കർത്താവ് പറയുന്ന കാര്യങ്ങളുടെ മേല് അത് നിവർത്തിപ്പാൻ, നടത്താൻ, സഹായിക്കാൻ അവൻ പൂർണ്ണ ശക്തനാണ്. Dear ones, we should know whatever the Lord says, there is a guarantee, and He is faithful and just to accomplish that in our lives. Amen. പത്രോസിനെ ദൈവം വെറുതെ അല്ല അന്ന് വീട്ടിലോട്ട് അയച്ചത്. The Lord did not leave Peter empty-handed that day. ഇവിടെ നോഹയെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. And even here, the Lord has done exactly what He told Noah. നോഹയോട് ദൈവം പറഞ്ഞത് നോഹ ചെയ്തു. ദൈവം നോഹയോട് പറഞ്ഞത് ഹല്ലേലൂയ ദൈവം തനിക്ക് വേണ്ടി ചെയ്യുവാനിടയായി. Whatever the Lord told Noah, the Lord did, and whatever Noah was told, he did for the Lord. ഇന്ന് പകൽക്കാലം നമ്മുടെ അധരങ്ങളിൽ നിന്ന് നാം നമ്മോട് തന്നെ പറയണം, എൻ്റെ ദൈവം എന്നോട് പറയുന്നത് ഞാൻ ചെയ്യും. ഓ സ്തോത്രം, എൻ്റെ ദൈവം എന്നോട് പറയുന്നത് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. Let us speak to ourselves and say, whatever the Lord tells me, I will do. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി അവൻ ചെയ്യും. ഉറപ്പോടെ പറഞ്ഞാട്ടെ. My Lord has promised and He will do it for me. Amen. അവൻ എന്നെ ലജ്ജിപ്പിക്കത്തില്ല. He will not let me down or put me to shame. അവൻ എന്നെ ഒരു പരാജയമാക്കത്തില്ല. He will not make me an utter failure. എൻ്റെ ജീവിതം ഒരു ഫെയിലിയർ ആക്കുകയില്ല. He will never make my life a failure. എൻ്റെ ജീവിതം ഒരു വിജയമാക്കി മാറ്റും. He will turn my life into a victorious one. എൻ്റെ ജീവിതം ഒരു ട്രയംഫ് ആക്കി മാറ്റും. He will turn my life to a victorious one. എൻ്റെ ജീവിതം ഹല്ലേലൂയ ഒരു വിക്ടറി ആക്കി മാറ്റും. He will turn my life into a great victory. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. Amen. Let us praise the Lord. അവൻ പറഞ്ഞതുപോലെ ചെയ്തു, ദൈവവും പറഞ്ഞതുപോലെ ചെയ്തു. He did what the Lord said, and the Lord did what He said. ദൈവം ഫ്ലഡ് അയച്ചു. The Lord did send a flood. പക്ഷേ ആ ഫ്ലഡിൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് താൻ പണിത പെട്ടകം പതുക്കെ മണ്ണിൽ നിന്ന് ഉയരാൻ തുടങ്ങി. But in that flood, the ark which Noah built started floating above the mud. Amen. Jesus, hallelujah. ദൈവാത്മാവിന്റെ ചൈതന്യം ഈ ആലയത്തിൽ നിറഞ്ഞു The നിൽക്കുകയാണ്. Spirit of the Lord is moving in our ഈ midst. സമയങ്ങളിൽ വ്യർത്ഥമായി ചിന്തിച്ചിരിക്കരുത്, ആത്മാവിൽ ജാഗരിച്ചിരിക്കുക. Let us not be distracted, but be attentive to the Holy Spirit. ദൈവം പറഞ്ഞനുസരിച്ചുകൊണ്ട് അവൻ പണിതതായ ആ പെട്ടകം ഇതാ വെള്ളം ഉയരാൻ തുടങ്ങിയപ്പോൾ വെള്ളത്തിന്മീതെ ഉയരാൻ തുടങ്ങി. The ark which Noah built after he obeyed the Lord started floating on the waters, above the waters. അതിന്റെ ടെക്നോളജിക്കൽ ഫെയിലിയറോ ട്രയലോ അതിന്റെ മറ്റൊന്നും അതിനെക്കുറിച്ച് എന്ത് സംഭവിക്കുമെന്നൊന്നും തനിക്കറിയില്ല. പക്ഷെങ്കിൽ അത് സംഭവിച്ചു. ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്. Noah didn't know those technological specifications. He didn't know how the ark will go, but it is floating as the Lord commanded him. ദൈവപൈതലേ, ദൈവം പറയുന്നത് പോലെ പ്രവർത്തിപ്പാൻ ജീവിപ്പാൻ നാം തയ്യാറാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് നാം സ്വപ്നം കാണുന്നവരെ പോലെ ആകുന്ന നിലയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. Dear ones, if we do what the Lord tells us, what He does in our lives will be beyond what we dream and imagine. ഇവിടെ പെട്ടകം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. Here the ark is floating above the waters. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ പെട്ടകത്തിന്റെ കിളിവാതിലിലൂടെ നോഹ കണ്ടു കാണും. തന്നെ വന്ന് ടീസ് ചെയ്തവർ, കളിയാക്കിയവർ, പുച്ഛിച്ചവർ, പരിഹസിച്ചവർ ഒക്കെ ചത്തുപൊങ്ങി ജഡശരീരമായി വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയാണ്. Noah could see might be seeing from the windows the people who teased him and reproached him. They are all dead and dead bodies around. അതൊന്നും നല്ല കാര്യമല്ലെങ്കിൽ പോലും ദൈവം പറഞ്ഞത് വിശ്വസ്തയോടുകൂടി നിവർത്തിക്കുന്നതിന്റെ അടയാളമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. It is not a good thing, but what we need to know, God is a faithful God to do what He has spoken. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും
അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. And the righteous may have many troubles, but the Lord delivers him out of every one. അപകടങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വന്ന് തട്ടിമുട്ടിപ്പോകുന്നത് പോലെ പോകുമ്പോൾ ഓർക്കണം, ഹല്ലേലൂയ, വിശ്വസ്തനായി മെറിറ്റ് നോക്കാതെ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. When we see troubles coming in our life, but we should know the faithful God is with us to deliver us. പരാജയം കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ശത്രു പദ്ധതികൾ മെനയുമ്പോൾ നീ പോലും അറിയാതെ ദൈവപൈതലേ നിനക്ക് വേണ്ടി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ മധ്യേ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. And when the enemy is scheming plans to defeat us, we should know the Lord is saving and fighting for us accordingly. ശത്രു കണ്ണിൽ, ശത്രുവിന്റെ റഡാറിൽ നിന്റെ പരാജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കരുക്കളാണ് നീങ്ങുന്നത്. The enemy is destined to defeat and put you down. പക്ഷേ നിനക്കൊരു കേടും വരാതെ സൂക്ഷിക്കുവാൻ അവന്റെ കരുതലുള്ള കരം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ചലിക്കുന്നു. But the Lord is protecting you without any harm through his righteous right hand. ഈ ഒഴുകി നടന്ന പെട്ടകം അതിന്റെ നിർദ്ദിഷ്ടമായ സമയത്ത് ചെന്ന് ആരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. The floating ark on its appointed time stood firm on the mountain of Ararat. ദൈവം അവന് മഴവില്ല് കൊടുത്ത് ഒരു ഉടമ്പടി അവനുമായിട്ട് ഉറപ്പിച്ച് പുതുക്കുകയാണ്. The Lord made a covenant with Noah by showing a rainbow. അവിടെ നിന്നൊരു ന്യൂ ബിഗിനിങ് ആരംഭിക്കുകയാണ്. And from there a new beginning has come. നോഹ പറഞ്ഞു, my God is a faithful God. And Noah testified, my God is a faithful God. ഏതെല്ലാം അനുഭവങ്ങളിൽ ഇന്ന് ദൈവ പൈതലിന് പറയാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായ ദൈവമാണ്. We can all say through our experience, my God has been faithful for me. ഹല്ലേലൂയ, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Let the name of the Lord be praised. ജനസിസ് ചാപ്റ്റർ 9:11 ഇങ്ങനെ പറയുന്നു, വായിക്കാം. Genesis chapter 9 verses 11 we can read. സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. Thus I establish my covenant with you. Never again shall all flesh be cut off by the waters of the flood. Never again shall there be a flood to destroy the earth. ദൈവം നോഹയ്ക്ക് വളരെ കൃത്യമായി വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണ്. The Lord is again giving a strong guarantee to Noah. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം വരുമ്പോൾ, when we come to Abraham's life, അബ്രഹാമിന് ദൈവം ആരായിരുന്നു, വിശ്വസ്തനായി എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്ക് നോക്കാം. let us see how God was faithful to Abraham. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവവും അബ്രഹാമുമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ, കൺവെർസേഷൻസ്, എൻകൗണ്ടേഴ്സ് നമുക്ക് കാണുവാൻ കഴിയും. We can see from Genesis chapter 12 to 22 many encounters and interventions between Abraham and God. അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തം 12-ാം അധ്യായത്തിലുള്ളത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്നുള്ള വലിയൊരു വാഗ്ദത്തമാണ് അവന് കൈമാറിയത്. The Lord has given him a great promise in chapter 12 that I will bless you. Those who bless you will be blessed. Those who curse you will be cursed. You will be a great nation. I will make your name most great. പ്രിയമുള്ളവരെ, അബ്രഹാം ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ദൈവം ഇത് പറയുന്നതെന്ന് നാം പ്രത്യേകം ഓർക്കണം. We should remember that Abraham was in a very comfortable stage when the Lord spoke to him these promises. പലപ്പോഴും കംഫർട്ടബിൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവശബ്ദത്തിനെ ഗൗരവമായി പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ ഹ്യൂമൻ കൈൻഡിൽ സർവ്വസാധാരണമായി കാണാറുണ്ട്. It is a normal thing that when we are in a comfortable stage, we don't take the voice of the Lord seriously in our lives. നാം ഒരു കാര്യം ഓർക്കണം, നല്ല സന്തോഷത്തോടും ബലത്തോടും ചിന്തിക്കാൻ കഴിവുള്ള ആ നല്ല സമയത്ത്, ആ ഫ്രഷ് മൈൻഡിൽ നമുക്ക് അനുകൂലമായി ദൈവം നൽകുന്ന ഒരു ആലോചന, അതിനെ അതേപടി എടുത്ത് നല്ല ബലത്തിലും സന്തോഷത്തിലും ഇരിക്കുമ്പോൾ സ്വീകരിക്കുന്നത് ഒരു ബ്ലെസ്സിംഗ് ആണ്. We should understand that when we are in a healthy and peaceful time, and when the Lord gives us a promise, if we accept it, it is a great blessing for us. ഡെത്ത് ബെഡിൽ കിടന്നുകൊണ്ട് അനുതാപ പ്രാർത്ഥന നടത്തുകയും ഇനിയും ഒരു അവസരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അനേകരുടെ ചരിത്രം എനിക്കറിയാം.
We know a history of people who are on deathbeds and praying for repentance and another chance in their lives. ഒരു ചാൻസ് കൂടെ എനിക്ക് തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായിട്ടുണ്ട്. There are people the servant of the Lord has prayed for who pray for another chance to be faithful to the Lord. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് വാസ്തവമായും ആഗ്രഹിക്കുന്നത് അവന്റെ അരുളപ്പാടുകൾ നമുക്ക് വരുമ്പോൾ നാം അത് സിൻസിയറായി സ്വീകരിക്കണമെന്നുള്ളതാണ്. But the Lord desires us to take what his message is and promises is in a sincere and serious manner. അബ്രഹാം അത് അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് എടുത്തു തന്റെ ജീവിതത്തിൽ. Abraham took the promises in that same way. അബ്രഹാം വലിയ ഡിസിഷനാണ് എടുത്തത്. And Abraham took a big decision. അബ്രഹാം വലിയ വിലയാണ് അതിനു വേണ്ടി കൊടുത്തത്. And Abraham paid a great price for that. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്നത്. And we see that just as the Lord promised, God was with Abraham and worked for him. ഒന്നാമതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ വാഗ്ദത്തം അനുസരിച്ച് ഇറങ്ങിയ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നത് അബ്രഹാമിനും സാറയ്ക്കും ദൈവം ഓൾഡ് ഏജിൽ ഒരു മകനെ കൊടുത്തു എന്നുള്ളതാണ്. The first example we see is that the Lord was faithful to Abraham by giving him and Sarah a son in their old age. അസാധ്യമായ സാഹചര്യത്തിന്റെ നടുവിലാണ് ദൈവം തനിക്ക് വേണ്ടി ആ പ്രവൃത്തി അവിടെ ചെയ്യുന്നത്. We should see that it was an impossible situation when the Lord did that for them. 99 വയസ്സുള്ളപ്പോഴും ഒരു മറുപടിയും കാണാതിരിക്കുന്ന അബ്രഹാമിനെ ഉൽപ്പത്തി 17 നമുക്ക് 17 കാണാൻ കഴിയും. In Genesis chapter 17 we see Abraham is 99 years old and in a hopeless state. അവിടെയും ദൈവം അവനോട് ആവശ്യപ്പെടുന്നത് എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാൻ മാത്രമാണ്. And the Lord demands him to walk before me and be blameless. അതിനോട് ചേർന്ന് ദൈവം അവനോട് പറയുന്നു, ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്റെ നിയമത്തെ ഞാൻ ഉറപ്പിക്കുമെന്ന്. The Lord is telling him, I will make my covenant between me and your generations to come. ഒന്നും വെളിപ്പെട്ട് കാണാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവം വെളിപ്പെടുത്തിയതുപോലെയാണ് സംസാരിക്കുന്നത്. When he cannot see anything clearly, but God is speaking as if everything is in front of him. യോശുവയോട് ദൈവം പറയുന്നത്, നീ ഈ ജനത്തിന് അവകാശമായി ഈ സ്ഥലങ്ങളെ ക്യാപ്ചർ ചെയ്ത് വിഭാഗിക്കണമെന്നാണ്. The Lord is telling Joshua to give the people the lands in front of them. നീ അത് അവകാശമായി തന്നിരിക്കുന്നെന്നാണ് പറയുന്നത്. The Lord is telling, I have given you as an inheritance to them. അപ്പോൾ ദൈവത്തിന്റെ നമ്മോടുള്ള ഇടപെടലിൽ ഒന്നും അൺസർട്ടനിറ്റി ഇല്ല. We should understand the Lord does not deal with us in an uncertain manner. മനുഷ്യൻ പറയുമ്പോഴെല്ലാം നോക്കാം, സാധ്യമാണെങ്കിൽ നോക്കാം എന്നുള്ള ഒരു അൺസർട്ടനിറ്റിയുടെ കളർ അതിനകത്തുണ്ട്. But the people deal with us in an uncertain manner. They say, let us see if it happens or not. എന്നാൽ ദൈവത്തിന്റെ സംസാരത്തിലും വാക്കുകളും ശ്രദ്ധിക്കുക, വളരെ ഫേമാണ്. അത് നമ്മൾ അവന്റെ മീനിങ് ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ ആ മീനിങ് എടുത്ത് സംസാരിച്ചല്ലോ. അതാണ് ആ വാക്കിനകത്തുള്ള ഉറപ്പ് നാം മനസ്സിലാക്കണം. Just as we understood from the Hebrew and Greek languages, well, the word of the Lord is very clear and firm when he speaks to us. അവന്റെ വാക്കുകളിൽ തന്നെ ഒരു പെർഫെക്ഷൻ ഉണ്ട്, പൂർണ്ണതയുണ്ട്. There is a perfection and completeness in his words. ഒരു പ്രവൃത്തിയുടെ പൂർണ്ണത അതിനകത്തുണ്ട്. There is a sight of work through his words. അതുകൊണ്ടാണ് പീറ്റർ പറഞ്ഞത് വിഷയത്തിൽ നിന്ന് മാറുകയല്ല. പീറ്റർ പറയുന്നത് നിന്റെ വാക്കിന് ഞാൻ ചെയ്യാം. That's why Peter says, because you have said, I will do it. കാരണം മനുഷ്യന്റെ വാക്കിന് ഗ്യാരണ്ടി ഇല്ല. Because the word of man has no guarantee. പക്ഷേ ദൈവത്തിന്റെ വാക്ക് ഗ്യാരണ്ടി ഉള്ളതാണ്. അത് അതുപോലെ നടന്നിരിക്കും. But the word of the Lord has guarantee and it will happen that way. So അബ്രഹാമിന് തലമുറയെ ദൈവം നൽകുകയാണ്. Therefore the God has given Abraham a son now. ഏറ്റവും അസാധ്യമായ ഒരു കാര്യം മനുഷ്യദൃഷ്ടിയിൽ അത് ദൈവം ചെയ്തു. The most impossible thing in the sight of man, the Lord has done. ഇന്ന് പകൽക്കാലവും വെല്ലുവിളിയായി ജീവിതത്തിന്റെ മുൻപിൽ പതറി നിൽക്കുന്നവരോട് ദൈവാത്മാവ് പ്രവചിച്ച് പറയുന്നു, delay is not a denial. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. Today, if you are in the midst of tough situations and hopeless situations, the Lord wants to say that delay is not denial. ചിലപ്പോൾ ദൈവപൈതലിന് തോന്നാൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്ന ആത്മാർത്ഥതയോടെ ഓൾ ഹാർട്ടഡ് ആയിട്ട് ഞാൻ നിൽക്കുന്നു, എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ള ചോദ്യം ആത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്നു. ഡിലേ ഈസ് നോട്ട് എ ഡിനയൽ.
Sometimes we think we are praying and fasting wholeheartedly, yet the Lord is not answering. But today the Spirit of the Lord is saying, delay is not denial. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ കരം ഈ പകൽ ചലിക്കുന്നു. The Lord who has called things as if it is not there is working in our midst today. ശക്തമായ ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ജനത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നു. The Lord is revealing his mighty works in the midst of your people. ദൈവജനം ഉണർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. Let us awaken and keep praising him. അവൻ വാക്ക് പറഞ്ഞാൽ മാറില്ല. If he has promised, he will not turn back from it. His word is perfect. Man, his word is perfect. അവൻ അത് നിവർത്തിക്കും. Come on, And he will accomplish it. Hallelujah. So God was faithful with Abraham. Therefore God was faithful to Abraham. രണ്ടാമതായിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നുള്ളതാണ്. The second thing God promised Abraham was, I will make you a great nation. അത് നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം നോക്കുമ്പോൾ കാണാൻ കഴിയും. ദൈവം അബ്രഹാമിലൂടെ ആ വലിയ ഹിസ്റ്ററി ആരംഭിക്കുകയാണ്. We can see its fulfillment through the history of Israel. കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the name of the Lord be praised. അതിന്റെ അപ്പുറത്തേക്കും ദൈവം അവനെ കൊണ്ടുപോവുകയാണ്. Beyond that, the Lord is leading him. അബ്രഹാമിന്റെ ലിനേജിൽ നിന്നുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും എല്ലാം ആ ലിനേജിലൂടെ ദൈവം ചെയ്യുന്നു. And through Abraham's lineage, we can see the birth of Jesus Christ and the fulfillment of Jesus Christ. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. Let us be attentive towards the word of the Lord. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ആ വ്യാപ്തി എത്രത്തോളം മുൻപോട്ട് പോകുന്നു എന്നുള്ളത്. We should see how the promise of the Lord is working and fulfilling. യേശു കർത്താവ് തന്നെ ആ ലിനേജിൽ ഉണ്ടാവുകയാണ്. We should see Jesus Christ himself is being born in that lineage. നമുക്ക് നോക്കാം ഗലേഷ്യൻസ് 3:16. Let us come to Galatians chapter 3 verse 16. വായിച്ചാട്ടെ. Now to Abraham and his seed were the promise made. He does not say, and to seeds as of many, but as of one, and to your seed, who is Christ. നോക്കണം, ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിന്റെ ആ വ്യാപ്തിയും സെഞ്ചുറീസ് നിലനിൽക്കുന്നതായ വിട്ടുമാറാതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വലിപ്പം. We should see how great the promise of the Lord, even though centuries have gone by, but yet it is coming to pass. നാം ചിന്തിച്ചും ധ്യാനിച്ചും കൊണ്ടിരിക്കുന്നത് great is thy faithfulness. We are listening and meditating on the great faithfulness of our Lord. മേഘങ്ങളോളം എത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. We are remembering the faithfulness of the Lord which reaches the clouds. നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവത്തിൽ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. Let us increase our faith in the Lord. എത്ര താമസിച്ചാലും ദൈവത്തിന്റെ വാക്കുകൾ ഉവ്വെന്നാണ്, അവൻ വാഗ്ദത്തം നിവർത്തിക്കും. No matter how much it may be delayed, the promise of the Lord is yes, and he will accomplish it. മൂന്നാമതായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയുടെ പ്രയാണത്തിൽ എങ്ങനെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. Third, we see how the faithfulness of the Lord towards the people of Israel in the wilderness. പുറപ്പാട് പുസ്തകം മുതൽ ആവർത്തന പുസ്തകത്തിലെല്ലാം അവരുടെ യാത്രയും അവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We see the faithfulness of the Lord in the journey of Israel from Exodus to Deuteronomy. ഈജിപ്തിൽ ദൈവം അവനെ വർദ്ധിപ്പിക്കുമെന്നും മാനിക്കുമെന്നും ദൈവം പറഞ്ഞു. ദൈവം അതുപോലെ അവിടെ ചെയ്തു. The Lord promised them that they'll be fruitful and multiply, and the Lord did that for them in Egypt. ആ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ അവൻ അവിടെ ദൈവം നിറവേറ്റി. We can see he fulfilled that clearly in Egypt. പിന്നത്തേതിൽ ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തു, അവരെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച്
കനാൻ നാട്ടിൽ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് അവരെ കൊണ്ടുവരും, അവരെ ഉറപ്പിക്കുമെന്ന്. Then the Lord promised them that he will deliver them from slavery and bring them to Canaan, the promised land, to their fathers. ദൈവം ആ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ അവർക്ക് വേണ്ടി ചെയ്തെടുക്കുന്നു. And the Lord clearly fulfills that for them. ആ മരുഭൂമിയിൽ മന്ന ദൈവം അവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. And in the wilderness the Lord is giving them manna. ഈ പകൽ ശക്തമായി ദൈവാത്മാവ് നമ്മെ പണിയുന്നൊരു പകലാണ്. This is a day when the Lord is building us powerfully. ആർക്കും ഈ ശുശ്രൂഷ മിസ്സായി പോകരുത്. Let us not miss the blessing in this message. വളരെ ഗൗരവമായിട്ട് ഈ വചനത്തെ നെഞ്ചിലേറ്റി വളരാൻ ശ്രമിക്കുക. Let us seriously listen to the word and grow in the word today. ദൈവികമായി പ്രയോജനപ്പെടുവാൻ ശ്രമിക്കുക. Let us be fruitful for the Lord. ഇവിടെ ദൈവം അവർക്ക് മന്ന നൽകുന്നു. Here the Lord has given them manna. എത്രയോ മന്നയെ കുറിച്ച് പറയുമ്പോൾ എത്രയോ ഡെലീഷ്യസ്, മല്ലന്മാരുടെ ഭോജനം എന്നാണ് അതിൽ പറയുന്നത്. When we read about manna, how delicious it is the food of the angels. മരുഭൂമിയിൽ ദൈവം മന്ന ഒരുക്കുന്നതിനെ കുറിച്ചൊരു പാട്ടുണ്ട്. There is a song which says about manna in the wilderness. കർത്തനെ വാഴ്ത്തി, നമുക്ക് ആ ലൈൻ ഒന്ന് പാടാം. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ തീക്കൽ പാറയാതിൽ ഇസ്രായേലിന് പാടിയട്ടെ. വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ, തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, ശക്തന്മാരിൽ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. നോക്കണം, എന്തുമാത്രം സ്കാഴ്സിറ്റിയും ഡെഫിഷ്യൻസിയും ഞെരുക്കവും ഉണ്ടാകാവുന്ന ആ യാത്രയിൽ മല്ലന്മാരുടെ ഭോജനം കൊടുത്ത് ദൈവം അവരെ നടത്തി. We should see that in the midst of this scarce situation, the Lord is giving them food of the powerful and the angels. Our God is a faithful God. Our God is a faithful God. Amen. അവരെ വഴി നടത്തി. The Lord led them on the way. അവരെ എല്ലാ സാഹചര്യത്തിലും നല്ല അഡ്വൈസറായി, കൗൺസിലറായി അവരോട് കൂടെ ഇരുന്നു. He was the best advisor and counsel for them in every situation. പൽക്കാലം ആ നെഞ്ചത്ത് കൈവച്ച് പറ, ഈ ദൈവം എൻ്റെ ദൈവം. Let us put our hands to the chest and say, this is my God. ഈ ദൈവം എൻ്റെ ദൈവം. He is my God. പാട്ടുകാരൻ പാടുന്നില്ലേ, ഈ ദൈവം എൻ്റെ ദൈവം, എൻ്റെ ദാതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദാതൻ എൻ്റെ ദാതൻ. Glory be to God. We are covered by the power of the Most High. We are covered by the power of the Most High. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. The powerful presence of the Lord is being manifested in our midst today. യോശുവയുടെ പുസ്തകം 21:45, 21:45. If we come to Joshua chapter 21 verse 45. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയായി. Not a word of any good thing which the Lord had spoken to the house of Israel, all came to pass. Not a word failed. ഒരു സിംഗിൾ വാക്ക് പോലും വൃഥാവാകാതെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. Not a word failed. The Lord did everything for the people of Israel. Our God is a faithful God. Amen. Our God is a faithful God. ഒരു വാക്ക് പോലും
ഓ, ഒരു വാക്ക് പോലും വൃഥാവാകാതെ ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന, ഉറപ്പിക്കുന്ന ദൈവം. He is a God, not a word of his will fail. He will fulfill every promise he has done to us. God was faithful to Israel. God was faithful to Israel. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. ഇനി Let us see how God was faithful to David. ദൈവം വലിയ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം അവനെ കൊണ്ടുപോവുകയാണ്. The Lord is taking David to a great responsibility. 89ാമത്തെ സങ്കീർത്തനം എന്നെടുക്കാം. വേഗത്തിൽ നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോവുകയാണ്. If you can turn to Psalms 89. അതിനകത്തെ 89ലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. We'll read some verses from Psalms 89. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. I have found David my servant, with my holy oil I have anointed him. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. My arm shall strengthen him, my hand shall establish him. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. My arm shall strengthen him. ശത്രു അവനെ തോൽപ്പിക്കയില്ല. The enemy shall not outwit him, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. nor the son of wickedness afflict ഞാൻ him. അവന്റെ വൈരികളെ അവന്റെ മുൻപിൽ തകർക്കും. I will beat down his foes before his face, അവനെ പകയ്ക്കുന്നവരെ സംഗ്രഹിക്കും. and plague those who hate him. എന്നാൽ But- എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെയിരിക്കും. But my faithfulness and my mercy shall be with him, എൻ്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും. and in my name his horn shall be exalted. 28ാം വാക്യം, ഞാൻ അവന് എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും. Verse 28, my mercy I will keep for him forever, എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. and my covenant shall stand firm with him. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും. His seed also I will make to endure forever, and his throne as the days of heaven. അവന്റെ സന്തതി ശാശ്വതമായും His seed shall endure forever, അവന്റെ സിംഹാസനം മുൻപിൽ സൂര്യനെ പോലെയും ഇരിക്കും. and his throne as the sun before me. ഒന്നുകൂടെ വായിക്കുന്നു. അവന്റെ സന്തതി ശാശ്വതമായും His seed shall endure forever, അവന്റെ സിംഹാസനം മുൻപിൽ സൂര്യനെ പോലെയും ഇരിക്കും. and his throne as the sun before me. ഈ വാഗ്ദത്തങ്ങൾ എത്രമാത്രം ശക്തമായ വാഗ്ദത്തമാണ് ദാവീദിന് ദൈവം കൊടുക്കുന്നത്. We should see how powerful these promises are for David. സൂര്യനെ പോലെ അസ്തമിപ്പിക്കാതെ നിന്റെ രാജത്വം നിലനിൽക്കുമെന്നുള്ള പ്രൊഫസിയാണ് ദൈവം ദാവീദിന് കൊടുത്തത്. The Lord is prophesying David that your throne will be like the sun before me. Of course challenges ധാരാളമുണ്ട്. എന്നിരുന്നാലും ഞാൻ അതിന്റെ നടുവിൽ നിന്നെ നിലനിർത്തും. There might be many challenges, but your throne will stay firm like the sun. ചരിത്രത്താളുകളിലേക്ക് നോക്കുമ്പോൾ അനേക രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ പിൻഭാഗങ്ങളായി ആ ജനറേഷനിലൂടെ വരുവാനിടയായി. And when we see history, there were many kings who came through him. യേശു കർത്താവും ആ തലമുറയിൽ ജനിക്കുകയാണ്. And Jesus was also born through his lineage. ലൂക്കോസ് 1:32-33 വാക്യം വായിക്കുമ്പോൾ, If you read Luke chapter 1 verse 32, മറിയയ്ക്ക് ദൈവം കൊടുക്കുന്ന ചില ആലോചനകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. there are some promises which the Lord is telling Mary. ആ വാഗ്ദത്തം അവിടെ നിറവേറ്റുകയാണ്. And the promises are being fulfilled there. അവിടെ പറയുന്നു, മറിയേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. And the Lord is saying, do not be afraid, for you have found favor in the Lord. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. You will conceive and bring forth a child and name him Jesus. അവൻ വലിയവനാകും, He will be great അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. and will be called the Son of the Most High. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദൈവത്തിന്റെ സിംഹാസനം കൊടുക്കും. The Lord God will give him the throne of his father David. ഞാൻ യാക്കോബ് ഗൃഹത്തിന് എന്നും രാജാവായിരിക്കും. He will reign forever on the house of Jacob. അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. And his kingdom will never come to an end. ഇവിടെ സങ്കീർത്തനം 89:4 പറയുന്നുണ്ട്, I will not violate my covenant or alter what my lips have uttered. In Psalms 89 we see the Lord says, I will not violate my covenant or what my lips have uttered. അപ്പോൾ ദാവീദിലൂടെ ദൈവം കൊടുത്തത് ഭൗമികമായ രാജത്വം മാത്രമല്ല,
ഒരിക്കലും അവസാനമില്ലാത്തൊരു രാജത്വത്തെ കുറിച്ചും ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നു. The kingdom which the Lord is given David is not just in the world or a temporary one, but it was a one which was forever. അപ്പോൾ വചനം പറയുന്നു, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, അത് മിസ്സായി പോകുന്നില്ല. ദൈവം അതിനെ ഓൾട്ടർ ചെയ്യുന്നില്ല, മാറ്റി പറയുന്നില്ല. And that's what the word says. Whatever the Lord has spoken will not be missed or will never be altered. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ് യോഹന്നാൻ 3:16 God's faithfulness sending Jesus to the humanity. And that was a fulfillment of another promise which we read in John chapter 3, the God's faithfulness to humanity. തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുകയാണ്. The Lord sent his only begotten son to this world. അത്രമാത്രം ലോകത്തെ ദൈവം സ്നേഹിച്ചു. That much how the Lord loved the world. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. Because of that fulfillment we are here and praising the Lord. അവൻ നമുക്ക് വേണ്ടി വന്നു മരിച്ചു. He came and died for us. അടക്കപ്പെട്ടു. He was buried ഉയർത്തെഴുന്നേറ്റു. and rose up സ്വർഗ്ഗാരോഹണം ചെയ്തു. and ascended to heaven. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. And now he is seated on the right hand of the Father interceding for us. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. The Lord is faithful in his promises. അവന്റെ വാക്കുകളിൽ ഒന്നുപോലും വൃഥാവായി പോകുന്നില്ല. And not one of his words fail. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. The Lord came to this world and said, യോഹന്നാൻ 6:38-39 പറയുന്നു. in John chapter 6 verse 38 and 39 we read, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, I have not come to do my will, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ but the will of ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. but I have come to do the will of him who sent me. ഹല്ലേലൂയ. Amen, Jesus, hallelujah. അതിന് താഴെയുള്ള വാക്കുകൾ പറയുന്നു, അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്റെ അയച്ചവന്റെ ഇഷ്ടം. The next verse says, this is the will of the Father who sent me, that all of he has given me I shall not lose nothing, but should raise it up at the last day. ഇവിടെ കർത്താവ് കൃത്യമായി പറയുന്നു, I have come down from heaven. The Lord Jesus is clearly saying, I have come down from heaven, not to do my own will, not to do my own will, but the will of God whom sent me. but the will of God who sent me. The will of him who sent me, that of all that he has given me I lose nothing, but raise it up on that last day. The will of him who sent me I will not lose nothing, but should raise it up on the last day. നാം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അതേപടി നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. We should understand every promise of the Lord is being fulfilled. കർത്താവിലൂടെ നമുക്ക് ആ നിത്യരക്ഷ ലഭിക്കുവാനിടയായി. The great salvation through Jesus we have received. അവന്റെ പരസ്യ ശുശ്രൂഷയുടെ ഓരോ നാളുകളും ഓരോ മിനിസ്ട്രിയും നോക്കുമ്പോൾ ആ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യാനുള്ളത് ദൈവം അവരുടെ ഇടയിൽ ചെയ്യുന്നതായി കാണാൻ കഴിയുന്നു. In the public ministry of Jesus, every promise the Lord has done to mankind is being fulfilled. പ്രിയമുള്ളവരെ, കർത്താവ് പിതാവായ ദൈവം എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചോ, അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് ദൈവം തന്റെ ജനത്തിന് കൊടുത്തോ, അതുപോലെ കർത്താവ് ഫിസിക്കൽ ബോഡിയിൽ വന്ന് കർത്താവ് ചെയ്യുവാൻ തുടങ്ങി. Whatever the Father God in heaven wanted to do for us and did it from the unseen world, the Lord did it through Jesus in his ministry for us. ദൈവം നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയി നമ്മോട് കൂടെയുണ്ട്. The Lord is being faithful and he is with us. നമ്മുടെ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു പോകുന്നതിന് തൊട്ട് മുൻപ് Jesus, just before he was being ascended to heaven, മത്തായി 28:20 പറയുന്നു, in Matthew chapter 20 verse 28 verse 20 he says, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. I will be with you forever till the end of the age. I am with you always, even to the end of the age. I am with you always, even to the end of the age. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അവൻ നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള വാഗ്ദത്തം നൽകി. It is a fresh promise from Jesus which says, I will be with you till the end of the world. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം അതാണ്. Dear ones, that is the promise we have received. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്നുള്ളതാണ്. I will never leave you orphans. നീ സഹായമില്ലാത്തവനായി അലയാൻ ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. He will never allow us to be helpless and sway away like this.
ഇതേ ദാവീദ് വിശ്വസ്തതയെ അനുഭവിച്ച ദാവീദ് 46-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. That is why David says in Psalms 46, the same faithfulness he God experienced. is our refuge and strength, God is our refuge and strength, a very present help in trouble. a very present help in trouble. Therefore will not fear, Therefore we will not fear, though earth be removed, though the earth be removed, and though mountains be carried into the midst of the sea. and though the mountains be carried into the midst of the പർവ്വതങ്ങൾ sea, മാറിയാലും even the mountains be carried, കുന്നുകൾ നീങ്ങിയാലും even the mountains be removed, വിട്ടുമാറാതെ എന്റെ ദയ നിന്നോട് കൂടെ ഇരിക്കും. my faithfulness will never depart, will be with you. ഹല്ലേലൂയ. Amen. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Let us keep praising the Lord. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Let us worship the Lord. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ഒരു സമയത്ത്, During the Second World War, വളരെ ശക്തമായ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലം, when there was a time of mighty battle, വളരെ വിശ്വാസിയായ ദൈവഭക്തയായ ഒരു സ്ത്രീ, there was a lady who was a devout follower of Jesus. ഏത് നിമിഷവും ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നുള്ളത് ഓർത്ത് ഭയന്നിരിക്കുന്നതായ ഒരു കാലയളവ്. That was a state of fear whenever that the enemy can attack any time. ഈ സ്ത്രീ വളരെ പ്രാർത്ഥനയിലെ സമയം ചെലവഴിക്കുകയായിരുന്നു. This lady was spending a lot of time in prayer. എപ്പോഴും അവളുടെ വീടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് അവൾ പ്രാർത്ഥിക്കുകയും വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. She is in the drawing room of her house praying and singing and worshiping the Lord. അവളുടെ ഫ്രണ്ട്സ് അവളോട് പറഞ്ഞു, നീ അവിടെ പ്രകാശം ഒന്നും വെളിയിൽ കാണത്തക്ക രീതിയിൽ ഇരിക്കരുത്, നീ വെളിച്ചമൊക്കെ അണച്ച് നീ അപ്സ്റ്റെയറിൽ പോയി കർട്ടനുമൊക്കെ ഇട്ട് ഇരിക്കണം. Her friends have told her not to put on the lights, but to be quiet and go and hide in the upstairs in the dark. നമ്മൾ ഗവൺമെന്റിന്റെ ഒക്കെ ഇൻസ്ട്രക്ഷൻ പാലിക്കേണ്ടവരാണ്. We are to follow the rules of the government. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് നടക്കുമ്പോൾ ട്രയൽ ഡ്രില്ല് നടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ, അലാം സൈറൻ അടിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം, അതിന് വേണ്ടുന്ന കോഴ്സും ഡ്രില്ലും ഒക്കെ പരിശീലിപ്പിക്കുന്ന പതിവുകളുണ്ട്. We know when there was tension between India and Pakistan, there were mock drills and blackouts across the country. എന്നാൽ ഇത് അതുപോലൊന്നുമല്ല. But this is not like that. ഈ ഫ്രണ്ട്സ് പറഞ്ഞു നീ അങ്ങനെ ചെയ്യണം. But her friends told her to do that. പക്ഷെങ്കിൽ അവളുടെ പ്രാർത്ഥനയും പാട്ടും ബൈബിൾ വായനയൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. But she continued in her prayer, reading and singing and worshiping the Lord. അവൾ അവരോട് മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്. She gave them an answer. My God is ever awake. My God is ever awake. He is ever faithful. And he is ever faithful. എൻ്റെ ദൈവം എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നു. My God is ever and always awake. മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായ കണ്ണുകളോടുകൂടെ ഇസ്രായേലിന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നു. He is a God of Israel who never sleeps and slumbers. He is awake for me. He is ever faithful. He is ever faithful. യെശയ്യാ പ്രവചനം 11:5 ഇപ്രകാരം പറയുന്നു. In the book of Isaiah chapter 11 verse 5. അതിന്റെ മലയാളം ഒന്ന് വായിക്കണം പ്ലീസ്. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. നീതി നമ്മുടെ ദൈവത്തിന്റെ നടുക്കെട്ടും, അടുത്തത് വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. വിശ്വസ്തത അവന്റെ അരക്കച്ചയുമാണ്. Righteousness shall be the belt of his loins, and faithfulness the belt of his waist. ഹല്ലേലൂയ. Amen. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത വിട്ടുമാറാത്തൊരു സത്യമാണ്. The faithfulness of the Lord is a truth which never departs from him. അത് അവന്റെ നേച്ചറിൽ പെടുന്നതാണ്. It is something part of his nature. 1923 In 1923, തോമസ് ചെസ്ഹോം എന്ന് പറയുന്ന ആളാണ് ഇന്ന് നമ്മൾ ആദ്യം പാടിയ പാട്ട് എഴുതുവാനിടയായത്. Thomas Chisholm was the one who wrote the song we sang today in the beginning. അത് വിലാപങ്ങളുടെ പുസ്തകത്തില് നാം വായിച്ച ചില വാക്യങ്ങളെ ആധാരമാക്കിയാണ് ആ പാട്ട് വന്നത്. It is through the verses we read in the book of Lamentations. 3:23 ആധാരമാക്കിയാണ് ആ പാട്ട്. It is from the verse chapter 3 verse 20 in the Lamentations. Morning and morning new mercies. Morning by morning new mercies. That is the unchanging nature of God. That is the unchanging nature of the Lord. Strength for today and bright hope for tomorrow. Strength for today and a bright hope for tomorrow. Thou changest not,
thy compassion they fail not. Thou changest not, and thy compassions they fail not. Summer, Summer, winter, springtime and harvest. summer, winter, springtime, and harvest. ഈ ഒരു സീസണിലും അവന്റെ വിശ്വസ്തത വിട്ടുമാറുന്നില്ല. In all these seasons, the Lord's faithfulness never changes. അവന്റെ വിശ്വസ്തതയെ ഒരുമിച്ച് പ്രഘോഷിക്കുന്നു. സൺ, മൂൺ ആൻഡ് സ്റ്റാർസ് ജോയിൻ വിത്ത് ഓൾ നേച്ചർ, witnessing the faithfulness of God. The sun, moon, stars all join with nature, witnessing the faithfulness of the Lord. പ്രിയമുള്ളവരെ, God's promises are sure. Let us believe the Lord's promises are sure. Even when circumstances are not. Even when the circumstances are not. എടുത്തു പറയട്ടെ, God's promises are sure. God's promises are sure. Even when circumstances are not. Even when the circumstances are not. നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ്. Today we have meditated on the faithfulness of the ഒരു Lord. വാക്ക് പോലും തെറ്റാതെ, ഉറങ്ങാതെയും മയങ്ങാതെയും ക്ഷീണം തട്ടാതെയും ഇരുന്ന് തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം. He is a God who never sleeps, slumbers, and works for his people. Not one of his ഇന്ന് word fails. പകൽക്കാലവും നമ്മോട് പറയുന്നു, നിന്റെ സർക്കംസ്റ്റൻസസ് എതിരാണെങ്കിലും hallelujah, his faithfulness is sure. Today the Lord is telling you, even though your situations are against you, അവന്റെ his വാക്കുകൾ faithfulness ഉവ്വെന്ന് is sure. പറഞ്ഞത് ഉവ്വെന്ന് തന്നെയാണ്, അവൻ നിവർത്തിക്കും. His promises are yes and amen, and he will ഈ fulfill it. പകൽക്കാലം ചില നിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ Let പോകുകയാണ്. us pray in the presence of the Lord in some time. വചന ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. The message has ended here. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. The Lord is faithful. നിന്റെ സാഹചര്യം ഇന്ന് നിനക്ക് അനുകൂലമല്ലായിരിക്കും. Your situation may not be favorable for you. നീ വിചാരിക്കുന്നത് പോലൊരു നല്ല ഒരു അന്തരീക്ഷമല്ലായിരിക്കും നിന്റെ ചുറ്റുപാടില്. Your situation may not be the way you expected or good. നല്ലൊരു അന്തരീക്ഷമല്ലായിരിക്കാം നിന്റെ ഭാവിയെ കുറിച്ച് നീ ചിന്തിക്കുന്നത്. Your future may not be in a good atmosphere today. നല്ലൊരു സാഹചര്യമല്ലായിരിക്കാം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നീ നോക്കുമ്പോൾ ഒന്നും അനുകൂലമായി കാണുന്നില്ലായിരിക്കാം. When you see your heart's desire, nothing looks favorable with you. എന്നാൽ ദൈവത്തിന്റെ വചനം നിനക്ക് ഉറപ്പ് തരുന്നു, നീ അവനെ മുറുകെ പിടിക്ക. സാഹചര്യം പ്രതികൂലമായാലും നിനക്ക് വേണ്ടി അനുകൂലമായി അവൻ പ്രവർത്തിക്കും. But the word of the Lord is strengthening you to say, to hold the Lord firm, and the situations will ദൈവത്തോട് turn. പ്രാർത്ഥിച്ചാട്ട്. Let us keep praying to the ഈ Lord. വചനം നിങ്ങൾ കേട്ടല്ലോ. We have heard this message. നോഹയോട് കൂടെ ഇരുന്ന ദൈവം, The Lord who was with Noah. അബ്രഹാമിനോട് വിശ്വസ്തത കാണിച്ച ദൈവം, The Lord who was faithful to Abraham. ദാവീദിനോട് വിശ്വസ്തത കാണിച്ച ദൈവം, The Lord who was faithful to യേശു David. കർത്താവിലൂടെ നമ്മെ അനുഗ്രഹിച്ച ദൈവം, The Lord who blessed us through ഇന്നും Jesus. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് വാക്ക് തന്ന് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം, He is promising us to work for us അനേക and be ഭക്ത with us. ശിരോമണികളെ അനുഗ്രഹിച്ച ദൈവം, The Lord who blessed the saints and അവരുടെ the legends, ആവശ്യങ്ങൾ കൂടെ ഇരുന്ന ദൈവം, who fulfilled all their അവർക്ക് needs. വേണ്ടി പ്രവർത്തിച്ച ദൈവം, He fulfilled all their ഈ needs. പകൽ ദൈവ പൈതലേ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. Today he has come down for you. ഓ ശാറബലഗടഗരഹസ്യത്തിലെ നിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. Let us keep praying and worshiping the Lord in the Spirit. ചില വിഷയങ്ങളുടെ നടുവിൽ ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യൊപ്പുകൾ പതിയുന്ന നിമിഷങ്ങളാണ് മുൻപിലുള്ളത്. Today the Lord is touching you and delivering you അവൻ many ചില matters. വിഷയങ്ങൾക്ക് അനുകൂലമായ ഒരു കൺസെന്റ് തരുന്ന സമയമാണ്. Today is giving you a favorable ഓ consent. അവന്റെ ആ കൺസെന്റിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. Let us surrender for that consent from him. ഓ റബേഖവാല ശൈദവൽ ഖമനഗടഗസിയാല വൈഡവരഗടഗ സന്തൽ പ്രൗഢവലവക്ഷസ്യ. ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. Let us awaken and pray. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. Let us awaken and keep praying. വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകല് ഏത് ഇരുട്ടറകളിലേക്കും കയറി പ്രവർത്തിക്കുവാൻ Amen. The faithful hand of the Lord will work for us in the darkest of times. ഏത് വൻമതിലുകളെയും പൊളിച്ച് അതിനുള്ളിലേക്ക് കയറുന്ന ദൈവപ്രവൃത്തി, Amen. To bring down the huge walls and to penetrate ഏത് for us. കഠിനന്മാരുടെ ഹൃദയത്തെയും മെഴുകുപോലെ ഒരുക്കി നിനക്ക് അനുകൂലമായി പ്രവർത്തിപ്പിക്കുന്ന ദൈവം കരം. Amen. To melt the hard hearts for a favor for us. ഓ സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോഴും അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവം. Even the situation is against us, but the Lord is for us. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. Let us continue to pray. This is the season of prayer. This is a season of prayer. പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. വിടുതലിനെ പ്രാപിക്കാനുള്ള സമയമാണ്. ഓ ഹല്ലേലൂയ. 1 മിനിറ്റ് സമയം നിങ്ങളുടെ മുൻപിലുണ്ട്. പ്രാർത്ഥിച്ചാട്ടെ. ചില കാതലായ
വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നു, ചലിക്കുന്നു, അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഭാവി മണ്ഡലങ്ങളില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ജനത്തിന്, തന്റെ വൈദങ്ങൾക്ക് വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തില് റക്തൽ വൈഡവരകസ്യാതുരാദര റൈബ ഖൗഡാര വക്ഷസ്യാല ഐദര വക്ഷംദൽ ഖൗഡ അർവദര ഘടകസ്യാല അത്ഭുതങ്ങള്, ദൈവിക വിടുതലുകള്, മാനിക്കുന്ന ദൈവപ്രവൃത്തി, ശത്രുവിന്റെ തലയെ തകർക്കുന്ന ദൈവപ്രവൃത്തി. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ Lord, we claim victory. We claim victory. We claim victory. We claim victory. Jesus. Raba khauda baraba shandaladara. തന്റെ ജനത്തിന്റെ മേൽ നിന്റെ കൃപ പകർന്നതിനായി സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം വൻ കാര്യം ചെയ്തിരിക്കയാൽ സ്തോത്രം. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. Thank you, Hallelujah. 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 Jesus. കർത്താവേ, നിന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. Father, Lord, we bless this people in your name. വലിയ കരം നീ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാൽ സ്തോത്രം. You have revealed your mighty arm, therefore we thank you. അസാധാരണമായ പ്രവൃത്തിയെ നീ അയച്ചിരിക്കുകയാൽ സ്തോത്രം. You have sent your extraordinary deeds, therefore we thank you. മനുഷ്യകരങ്ങൾ കൊണ്ട് സാധ്യമല്ലാത്ത ചില പ്രവൃത്തികൾ നീ ചെയ്യുന്നതിനായി, ചെയ്യാൻ തുടങ്ങിയതിനായി, ചില പ്രവൃത്തികൾ അക്കംപ്ലീറ്റ് ആയിരിക്കുന്നതിനായി, ചില പ്രവൃത്തികൾ കംപ്ലീറ്റ് ആയിരിക്കുന്നതിനായി വാഴ്ത്തുന്നു. You have accomplished the impossible deeds for us, therefore we thank you. We thank you. We ചില thank you. പ്രവൃത്തികൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. You have completed the works, therefore we thank you. ചില പ്രവൃത്തികൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. You have completed your work, therefore we thank you, Lord. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തിയിരിക്കയാൽ സ്തോത്രം. Thank you, Lord, for revealing your glory in our midst. നീ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. Thank you, Lord, for blessing us today. എല്ലാ മഹത്വവും തിരുമേനിക്ക്. All glory to you, Lord. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus we ആമേൻ. pray. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ Let us കർത്താവിന് praise. സ്തോത്രം ചെയ്യാം. Hallelujah. Hallelujah. Hallelujah.